പ്രാസ്ഥാനിക പ്രവർത്തനത്തിൻ്റെ ആത്മാവ്. ദീനിൻ്റെ സംസ്ഥാപനം, സത്യസാക്ഷ്യം, ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കൽ, ഇവയെല്ലാം ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ വിവിധ വശങ്ങളാണ്. ഈ പ്രയോഗങ്ങളിലൂടെ ഒരേ ദൗത്യത്തെ പല രീതിയിൽ പ്രതിപാദിക്കുകയാണ്. ഈ സാങ്കേതിക സംജ്ഞകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അടുപ്പം എന്താണെന്നും ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രസ്തുത ദൗത്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വീഴ്ച സംഭവിക്കാനിടയുണ്ട്. ദൗത്യനിർവഹണത്തിലും പാളിച്ചകൾ വന്നേക്കാം. മേൽപ്പറഞ്ഞ സംജ്ഞകളിൽ ഏറ്റവും സമഗ്രമായത് ദീനിൻ്റെ സംസ്ഥാപനം അഥവാ ഇഖാമത്തുദ്ദീൻ ആണ്. വ്യക്തിജീവിതം സംസ്കരിക്കുന്നതു മുതൽ സാമൂഹിക ജീവിതം കെട്ടിപ്പടുക്കുന്നതുവരെയുള്ള വിപുലമായ അധ്വാന പരിശ്രമങ്ങൾക്ക് പറയുന്ന പേരാണിത്. ആത്മീയവും ധാർമ്മികവുമായ ശിക്ഷണ പരിശീലനങ്ങളും കുടുംബജീവിതവും ജീവിതായോധനവും ഉൾപ്പെടെ വ്യക്തി വ്യവഹരിക്കുന്ന എല്ലാ മേഖലകളും സാമൂഹിക പ്രവർത്തനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ഓരോ അണുവിലും മാറ്റം സംജാതമാക്കുക എന്നതാണ് ഇഖാമത്തുദ്ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തയും വീക്ഷണഗതിയും ധാർമ്മികതയും ദൈവിക സന്മാർഗത്തിന് അനുരൂപമാവണം. സമൂഹവും സമ്പൽഘടനയും രാഷ്ട്രീയ അന്താരാഷ്ട്രീയ ബന്ധങ്ങളുമെല്ലാം നീതിയുടെ ശക്തമായ അടിത്തറയിൽ പുതുക്കിപ്പണിയണം. ഇവിടെ വ്യക്തിയെ അവഗണിക്കുന്നില്ല, സമൂഹത്തെയും അവഗണിക്കുന്നില്ല. മനസ്സംസ്കരണം വളരെ സുപ്രധാനമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തെ കൈയൊഴിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുന്നു. ജീവിത വിഭവങ്ങൾ തേടുന്നത് അവിടെ അനഭിലഷണീയ മാർഗമല്ല, രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയുമല്ല. ഇവയെല്ലാം ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതത്തിന് ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങളാണ്. ഇവയെല്ലാം ദൈവിക സന്മാർഗത്തിൻ്റെ നൂലിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദീനിനെ സംസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് സത്യസാക്ഷ്യം അഥവാ ഷഹാദത്തുൽ ഹക്ക്. വ്യക്തിയും സമൂഹവും ഏതൊരു ദർശനമാണോ മുന്നോട്ട് വെക്കുന്നത് അവർ തന്നെ അതിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാവുക എന്നാണതിനർത്ഥം. ദീനിൻ്റെ സത്യതയും അതിൻ്റെ അനുഗ്രഹങ്ങളും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടത് ഇവരുടെ ജീവിതം കണ്ടാണ്. അഥവാ ആദർശം സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ശേഷം അത് പ്രബോധനം ചെയ്യുക. ഈ അർത്ഥത്തിൽ സത്യസാക്ഷ്യമെന്നാൽ പ്രബോധന പ്രവർത്തനം അഥവാ ദഅവത്ത് ആണ്. അതേസമയം ഇഖാമത്തുദ്ദീൻ പ്രയോഗവൽക്കരിക്കാനുള്ള മാർഗവുമാണ്. ആദർശം സ്വയം ഉൾക്കൊള്ളുന്നതാണ് ഇഖാമത്തുദ്ദീൻ. ആ ആദർശം മറ്റുള്ളവരിൽ എത്തിക്കുന്നത് സത്യസാക്ഷ്യ നിർവഹണവും. യഥാർത്ഥത്തിൽ രണ്ടും രണ്ടല്ല, ഒന്നു തന്നെ. ദൈവത്തിൻ്റെ പരമാധികാരം അഥവാ ഹാക്കിമീയത്ത് അംഗീകരിക്കുക എന്നതാണ് മൂന്നാമത്തേത്. അനുസരിക്കപ്പെടേണ്ടവനും നിയമം നൽകേണ്ടവനും അള്ളാഹു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് വിശ്വാസി. രാഷ്ട്രീയ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയാണിത്. അതായത് മനുഷ്യൻ്റെ യഥാർത്ഥ നില ഒരു അടിമയുടേതാണ്, ഭരണാധികാരിയുടേതല്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും ഭരണാധികാരിയും. അതിനാൽ ഈ ലോകത്ത് നടപ്പാക്കേണ്ടത് അവൻ്റെ നിയമമാണ്. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് പരമപ്രധാനം. ഇക്കാര്യത്തിൽ സാമൂഹിക വ്യവഹാരമെന്നോ വ്യക്തിജീവിതമെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യൻ അധികാരിയല്ല, അള്ളാഹു നിയോഗിച്ചയച്ച പ്രതിനിധി മാത്രം. അതിനാൽ നിയമസ്രോതസ് ദൈവമാണ്, ജനങ്ങളല്ല. ഈ യാഥാർത്ഥ്യം ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ: വിധിതീർപ്പിൻ്റെ സകല അധികാരങ്ങളും അള്ളാഹുവിന് മാത്രമാകുന്നു. അവനാകുന്നു യാഥാർത്ഥ്യം വിവരിക്കുന്നത്. തീരുമാനമെടുക്കുന്നവരിൽ അതിസമർത്ഥനായവനും അവൻ തന്നെ. സൂറത്തുൽ അൻആം 57-ാം വചനം. അറിയുക, അവൻ്റേത് മാത്രമാകുന്നു സൃഷ്ടി, അവൻ്റേത് മാത്രമാകുന്നു ശാസനയും. സൂറത്തുൽ അഅറാഫ് 54-ാം വചനം. ഏതൊരു ജനം അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളനുസരിച്ച് വിധി നടത്തുന്നില്ലയോ അവർ തന്നെയാകുന്നു നിഷേധികൾ. സൂറത്തുൽ മാഇദ 44-ാം വചനം. ഭൂമിയിലെ മനുഷ്യൻ്റെ പ്രാതിനിധ്യം സംബന്ധിച്ച് 2 തരം സൂക്തങ്ങളിൽ വിവരണമുണ്ട്. ഒന്ന്, ആദമിൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റിയും സകല സൃഷ്ടിജാലങ്ങളെക്കാളും അവനെ മഹത്വപ്പെടുത്തിയതിനെപ്പറ്റിയും പറയുന്ന സൂക്തങ്ങളിൽ. 2, ഭൂമിയുടെ പ്രാതിനിധ്യാധികാരം വിശ്വാസികളെ ഏൽപ്പിക്കും എന്ന് വ്യക്തമാക്കുന്ന സൂക്തങ്ങളിൽ. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ അവരെ അവൻ ഭൂമിയിൽ പ്രതിനിധികളാക്കുന്നതാകുന്നു, അവർക്ക് മുമ്പുള്ളവരെ പ്രതിനിധികളാക്കിയതുപോലെ. അള്ളാഹു അവർക്കായി തൃപ്തിപ്പെട്ടേകിയ അവരുടെ ദീനിനെ ഭദ്രമായ അടിത്തറകളിൽ സ്ഥാപിച്ചു കൊടുക്കുന്നതുമാകുന്നു. സൂറത്തുന്നൂർ 55-ാം വചനം. ഇവിടെ വിശ്വാസികൾക്ക് പ്രാതിനിധ്യാവകാശം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിരുപാധികമായ അധികാരമല്ല. യഥാർത്ഥ വിവക്ഷ മനസ്സിലാക്കാതിരുന്നാൽ, മേൽവിവരിച്ച സാങ്കേതിക ശബ്ദങ്ങളുടെ യഥാർത്ഥ വിവക്ഷ മനസ്സിലാക്കാതിരുന്നാൽ വളരെ പ്രകടമായ, ചിലപ്പോൾ പരിഹാസ്യമായ അബദ്ധങ്ങളിൽ ചെന്നുചാടും. 1-2 ഉദാഹരണങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കാം. ആത്മീയ ശുദ്ധീകരണം സാധിച്ചാൽ ദീൻ പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ് ഒന്നാമത്തേത്. ദീൻ സംസ്ഥാപനത്തിനുള്ള ത്യാഗപരിശ്രമങ്ങളെ
യഥാർത്ഥ മതബോധത്തിൻ്റെ ലക്ഷണങ്ങളായി അവർ കാണുന്നില്ല. പരിമിതമായ അർത്ഥത്തിലുള്ള മനസ്സിൻ്റെ സംസ്കരണവും ശിക്ഷണവുമായാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദീൻ പൂർണ്ണമായി. കർമാനുഷ്ഠാനങ്ങളിൽ അതിരുകവിഞ്ഞ ശ്രദ്ധ പുലർത്തുന്നതാകയാൽ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് തിരിയാൻ സ്വാഭാവികമായും അവസരമുണ്ടാകുന്നില്ല. എന്നല്ല, ഭൗതിക ജീവിത വിരക്തിയെ ഒരു ലക്ഷ്യമായി പോലും അവർ കൊണ്ടു നടന്നേക്കും. അതിനാൽ ദീനിനെ സംസ്ഥാപിക്കാനായി ശ്രമിക്കുന്ന പ്രസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് മുദ്രകുത്താനും അവർ മടി കാണിക്കുകയില്ല. രണ്ടാമത്തെ വീക്ഷണം സ്വയം വിവരമുള്ളവരായി കരുതുകയും പരിഷ്കാരികളായി ചമയുകയും ചെയ്യുന്നവരുടേതാണ്. തുർക്കിയിലെ ഖിലാഫത്തും ഇസ്ലാമിക വീക്ഷണത്തിലെ ഖിലാഫത്തും തമ്മിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള അന്തരമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. തുർക്കി ഖിലാഫത്ത് ഒരു രാഷ്ട്രീയ ഭരണക്രമമായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് തീർത്തും ദീനിയായ സവിശേഷ ദർശനവും. എന്നാൽ നമ്മുടെ ഈ പരിഷ്കാരികൾ ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് കേൾക്കുമ്പോഴേക്ക് അവിടെ എന്തോ ഗൂഢാലോചന മണക്കുന്നു. ആ വീക്ഷണധാരയിൽ നിന്ന് എത്രത്തോളം അകലാൻ പറ്റുമോ അത്രയും അകന്നു നിൽക്കുന്നു. മുകളിൽ പറഞ്ഞ സാങ്കേതിക ശബ്ദങ്ങളെല്ലാം ഒരു പൊതു മൂല്യവ്യവസ്ഥ പങ്കുവെക്കുന്നുണ്ട്. മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെയും ആഗ്രഹാഭിലാഷങ്ങളെയും ഭൗതിക താൽപ്പര്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവേച്ഛക്ക് കീഴ്പ്പെടുത്തുക എന്നതാണത്. ഈ സാങ്കേതിക പദങ്ങളിൽ ചിലത് ഇസ്ലാമിൻ്റെ സമഗ്ര ജീവിത ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു, ചിലത് ആദർശ നയത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിന് ഊന്നൽ നൽകുന്നു. ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അത് ഇത്രയേയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതൊരു മനുഷ്യനും താൻ ഉദ്ദേശിക്കുന്ന ജീവിതം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നത് ദൈവയുക്തിയായി മനസ്സിലാക്കി വേണം ദീനിനെ സംസ്ഥാപിക്കാനായി ഇറങ്ങിത്തിരിക്കാൻ. മനുഷ്യൻ ആരും നിർബന്ധിക്കാതെ തന്നെ അള്ളാഹുവിനെ അംഗീകരിക്കുകയാണ്. അത് മനുഷ്യൻ്റെ പൂർണ്ണതയെ കുറിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുന്നത്. അവൻ്റെ ആധ്യാത്മിക ഉയർച്ചയും ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു ഇക്കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പലതവണ താക്കീത് നൽകുന്നവനും സന്തോഷവാർത്ത അറിയിക്കുന്നവനും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകരെ, നാം താങ്കളെ സാക്ഷിയായും സുവിശേഷമറിയിക്കുന്നവനായും മുന്നറിയിപ്പുകാരനായും അള്ളാഹുവിൻ്റെ ഹിതത്താൽ അവങ്കലേക്ക് ക്ഷണിക്കുന്നവനായും ജ്വലിക്കുന്ന ദീപമായും അയച്ചിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബ് 45-46 വചനങ്ങൾ. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് പ്രഥമ പരിഗണന നൽകിയതിനാലാണ് സന്ദേശമെത്തിക്കുക എന്ന ചുമതലയെ താങ്കൾക്കുള്ളൂ എന്ന് അന്ത്യപ്രവാചകനോട് പറഞ്ഞത്. ബലം പ്രയോഗിച്ച് നടപ്പാക്കുക പ്രവാചകന്റെ ചുമതലയിൽപ്പെട്ടതല്ല. താങ്കൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. താങ്കൾ ഉത്ബോധകൻ മാത്രമാകുന്നു, അവരെ നിർബന്ധിച്ച് വഴിപ്പെടുത്തുന്നവനൊന്നുമല്ല. സൂറത്തുൽ ഖാശിയ 22 വചനം. ഖുർആനും നബിചര്യയും പരിശോധിക്കുമ്പോൾ ദീൻ എങ്ങനെ സംസ്ഥാപിക്കണം എന്നതിനെക്കുറിച്ചൊരു ചിത്രം തെളിഞ്ഞു കിട്ടും. ആ പഠനത്തിൽ അതിന് 2 വശങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ്. രണ്ടും പരസ്പരം ബന്ധിതമായിരിക്കും. ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റേതിന് നിലനിൽപ്പുണ്ടാവില്ല. ഒന്നാമത്തെ വശം ഇതാണ്: ദൈവിക മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം സ്വന്തം ജീവിതം ശരിപ്പെടുത്തുക, അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുക. സത്യദീനിനെ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നതാണ് രണ്ടാമത്തെ വശം. ഇത് രണ്ടുമാണ് ഇഖാമത്തുദ്ദീനിൻ്റെ തുടക്കവും ഒടുക്കവും. ദീനിനെ സംസ്ഥാപിക്കുക എന്നത് ഏതെങ്കിലും ബാഹ്യമായ മാറ്റത്തിന് പറയുന്ന പേരല്ല. കേവലം ഘടനാമാറ്റമോ ഭരണമാറ്റമോ അല്ല അത്. ഒരു രാഷ്ട്രീയ ഘടനയ്ക്ക് രൂപം നൽകുകയുമല്ല അതിൻ്റെ ലക്ഷ്യം. ഒരു പ്രത്യേക വിഭാഗത്തിന് അധികാരം നൽകുന്നതിൻ്റെ പേരുമല്ല. ഇഖാമത്തുദ്ദീനിൻ്റെ യഥാർത്ഥ ലക്ഷ്യം വ്യക്തിയുടെ ധാർമ്മികവും ദീനീപരവുമായ ശിക്ഷണം അഥവാ തർബീയത്ത് ആണ്. തിരുമേനിയെ ഖുർആൻ ഉണർത്തുന്നതും ഇതേ കാര്യം തന്നെയല്ലേ? മൂടിപ്പുതച്ചുറങ്ങുന്നവനെ, നിശാവേളയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, അല്പസമയമൊഴിച്ചു. പകുതി രാത്രി അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറക്കുകയോ കൂട്ടുകയോ ചെയ്തുകൊള്ളുക. ഖുർആൻ നിർത്തി നിർത്തി സാവകാശം ഓതുക. നാം താങ്കൾക്ക് ഭാരിച്ച വചനം അവതരിപ്പിക്കാൻ പോകുന്നു. സൂറത്തുൽ മുസമ്മിൽ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. പുതച്ചുമൂടി ക്ഷയിക്കുന്നവനെ, എഴുന്നേൽക്കൂ, മുന്നറിയിപ്പ് നൽകൂ. നിന്റെ റബ്ബിൻ്റെ മഹത്വം വിളംബരം ചെയ്യൂ. നിന്റെ വസ്ത്രങ്ങൾ ശുചിയാക്കൂ. അഴുക്കുകളിൽ നിന്ന് അകന്നു നിൽക്കൂ. കൂടുതൽ കരസ്ഥമാക്കാൻ വേണ്ടി ഔദാര്യം ചെയ്യാതിരിക്കൂ. നിന്റെ നാഥനു വേണ്ടി ക്ഷമിക്കൂ. സൂറത്തുൽ മുദ്ദസ്സിർ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. അതായത് ദീനിനെ സംസ്ഥാപിക്കുന്നതിനും പ്രബോധനം നിർവഹിക്കുന്നതിനും അടിത്തൂണായി നിൽക്കേണ്ടത് അള്ളാഹുവുമായുള്ള ദൃഢബന്ധമാണ്. നമ്മിൽ അർപ്പിതമായ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ ബന്ധം വളരെ അത്യാവശ്യമത്രേ. നിലവിലെ സാഹചര്യം: ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ
ആദ്യം തങ്ങളെ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കേണ്ടവർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിന്റെ നില വളരെ ശോചനീയമാണ്. ദീനിന്റെ വിധിവിലക്കുകളൊന്നും അവർ മുഖവിലക്കെടുക്കുന്നില്ല. അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. സഹനം അവലംബിക്കാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനും വിസമ്മതിക്കുന്ന ഒരു സമൂഹം. ദീനിനോടുള്ള അസാധാരണ സ്നേഹത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്ന പ്രബോധകന്റെ തുടിക്കുന്ന മനസ്സ് അവിടെ കാണാനില്ല. നിലവിലുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയാണിത്. അവരിൽ മിക്കവരുടെയും ജീവിതം ഇസ്ലാമിക ചൈതന്യത്തിന് വിരുദ്ധമായ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥയിൽ ഇഖാമത്തുദ്ദീൻ എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത്? പരസ്പര വിരുദ്ധമായ ഒരുപാട് അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പ്, അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം, അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വളർച്ച, ഇക്കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകണമെന്നാണ് ഒരഭിപ്രായം. മുസ്ലിം സമുദായം എന്ന് പറയപ്പെടുന്ന കൂട്ടായ്മ ശക്തിപ്പെട്ടാൽ തന്നെ ദീനിന്റെ സംസ്ഥാപനം നടന്നുകൊള്ളും എന്നാണ് ഇവരുടെ വാദം. പുരോഗതി കൈവരിക്കാനുള്ള ബദ്ധപ്പാടിൽ സമുദായം നവീനമായ രീതികളും സങ്കേതങ്ങളും സ്വായത്തമാക്കുകയോ അതിനിടക്ക് ധാർമ്മികവും മതപരവുമായ കാര്യങ്ങളിൽ കുറച്ചൊക്കെ വീഴ്ച വരുത്തിയാലും പ്രശ്നമാക്കേണ്ടതില്ല. കാരണം സാമൂഹികവും സാമ്പത്തികവുമായ മേഖലകൾ മെച്ചപ്പെട്ടാൽ തന്നെ ഇസ്ലാമിക മൂല്യങ്ങളിലേക്ക് സ്വയമേവ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിക്കൊള്ളും. ഈ പുരോഗമന ത്വരക്കിടയിൽ വിസ്മരിക്കപ്പെടുന്നത് സമൂഹത്തിന്റെ ഇസ്ലാമിക സ്വത്വത്തിനേൽക്കുന്ന ആഘാതമാണ്. ഇതൊരു സാങ്കല്പിക അപകടമല്ല. അതിനാൽ പുരോഗതിക്കു വേണ്ടി ശ്രമിക്കുമ്പോഴും മതമൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകാൻ നാം നിർബന്ധിതരാണ്. ഇസ്ലാമിക സംസ്കരണവും ശിക്ഷണവും മുസ്ലിം സമൂഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം പൂർത്തിയായി എന്നതാണ് മറ്റൊരു വീക്ഷണം. ഈ സന്ദേശം പൊതുസമൂഹത്തിന് എത്തിക്കേണ്ട ബാധ്യതയുണ്ടെന്ന ചിന്തയൊന്നും അവിടെയില്ല. പ്രബോധനം, ചില പ്രശ്നങ്ങൾ. ഇസ്ലാം പ്രബോധനം ചെയ്യാനിറങ്ങിത്തിരിക്കുമ്പോൾ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് പ്രബോധകന് ഉണ്ടായിരിക്കണം. പരമ്പരാഗത മുസ്ലിം സമൂഹത്തെക്കുറിച്ചും നന്നായി മനസ്സിലാക്കണം. കാരണം ഈ സമൂഹം എങ്ങനെയിരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും പ്രബോധന പ്രവർത്തനങ്ങളുടെ വിജയവും പരാജയവും. ഇസ്ലാമിക മൂല്യങ്ങളുടെ പ്രായോഗിക മാതൃക പൊതുസമൂഹത്തിന് മുസ്ലിങ്ങളിൽ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. പരമ്പരാഗത മുസ്ലിം സമൂഹത്തെ ഇസ്ലാമിക മൂശയിൽ വാർത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പൊതുസമൂഹത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നാണെങ്കിൽ അതിന് ഖുർആൻ പഠിക്കുകയാണ് മാർഗം. പ്രവാചകന്മാരുടെ പ്രബോധന രീതികൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തു വായിക്കണം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇസ്ലാമിക ചരിത്രത്തിലെ ചിന്തകരെയും പണ്ഡിതന്മാരെയും മാതൃകകളായി സ്വീകരിക്കുന്നതിലാണ്. അവർ പ്രകാശഗോപുരങ്ങളായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അവർ മനുഷ്യരാണ്. മറ്റു മനുഷ്യരെപ്പോലെ അതത് കാലത്തിന്റെ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തവരാണ്. അതിനാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കാവുന്ന കാര്യങ്ങൾ നാം കണ്ടെത്തുകയാണ് വേണ്ടത്. അവരെ അന്ധമായി അനുകരിച്ചുകൊണ്ടിരുന്നാൽ ശരിയായ ദിശയിൽ എത്തിപ്പെടുകയില്ല. പ്രബോധകൻ ശ്രദ്ധിച്ചു പഠിക്കേണ്ട മറ്റൊരു മേഖല അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. നിർഭാഗ്യവശാൽ തിരുമേനിയുടെ പ്രബോധന ജീവിതം അത്ര ആഴത്തിലൊന്നും വിശകലനം ചെയ്യുന്നവയല്ല നിലവിലുള്ള നബിചരിത്ര കൃതികൾ. പൊതുസമൂഹത്തെക്കുറിച്ച് പ്രവാചകന്റെ വീക്ഷണം എന്തായിരുന്നു? മക്ക ജീവിതത്തിലെ അവിടുത്തെ ത്യാഗപരിശ്രമങ്ങളുടെ സവിശേഷത എന്തായിരുന്നു? മുസ്ലിമേതര സമൂഹങ്ങളുമായി ശത്രുതയായിരുന്നോ അതോ സ്നേഹപൂർണമായ സഹവർത്തിത്വമായിരുന്നോ അദ്ദേഹം സ്വീകരിച്ചത്? ശത്രുക്കളോടുള്ള നിലപാട് എന്തായിരുന്നു? പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതൊക്കെ വശങ്ങൾക്കാണ് അവർ മുൻഗണന നൽകിയിരുന്നതെന്ന ചോദ്യത്തിന് നാം ഉത്തരം കാണണം. ഇങ്ങനെ ബഹുതലസ്പർശിയായ വായനയിലൂടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത് എങ്ങനെയെന്നും ഏതിനൊക്കെ മുൻഗണന കൊടുക്കണം എന്നും നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്.